കൂട്ടുകാരെ, വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരമായ കോവളം ബീച്ചിലേക്കാണ്. ഇൻ്റർനാഷണൽ ബീച്ച് റൂട്ടിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ കോവളം ജിംഖാന, അതായത് തയ്യൽ കടലോരം റിസോർട്ട്. ആംബിയൻസ് കിട്ടും, ആംബിയൻസ് ആണ് കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. തയ്യൽ കടലോരം റിസോർട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന ആംബിയൻസിനെ പറ്റി പറയേണ്ടതില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ടണൽ പോലെ വെച്ചിട്ട് ഫുൾ ബൊഗെയിൻവില്ല ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട്. അതാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് തന്നെ. ഞാൻ പോയതൊരു കസ്റ്റമർ മീറ്റിനാണ് അവിടെ പോയത് കേട്ടോ. SS മഹേന്ദ്രയുടെ ഒരു കസ്റ്റമർ മീറ്റിന് പോയതാണ്. ഒന്നും പറയാനില്ല, അത്ര സത്യം നമ്മുടെ തറവാട്ടിലൊക്കെ ചെന്നപ്പോൾ ഒരു ഫീലായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജിക്ക് തരുന്ന ഫീല്. കാരണം ഏതോ കൊട്ടാരത്തിലൊക്കെ പോയ ഒരു മൂഡാണ് കേട്ടോ അവിടെ. ശരിക്കും നല്ല റീസണബിളാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ പോയി സ്റ്റേ ചെയ്യാം, ഒരു ദിവസമോ 10 ദിവസം, എത്ര ദിവസം വേണം പോയി സ്റ്റേ ചെയ്യാം. ഞങ്ങളിങ്ങനെ ഒരു ഈവൻ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ പോയതാണ്. ഇനി സ്റ്റേ ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പോൾ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. നല്ല ആംബിയൻസാണ്, അഫോർഡബിൾ പ്രൈസൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സേഷനാണ്, ഫുൾ ഫ്രീഡമാണ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഇരിക്കാനാണോ കിടക്കാനാണോ എന്നറിയോട് അത്രയ്ക്ക് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കുഷ്യനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് കളിക്കാനായിട്ട് കുട്ടികൾക്കായാലും നമ്മളെ പോലെയുള്ള മുതിർന്ന കുട്ടികൾക്കായാലും ഉള്ള എല്ലാ പിന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ ഇതിന് വേണ്ടിയതാണ് അവിടെ ഒരു ത്രെഡ്മില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഡോമെട്രി ഉണ്ട് കേട്ടോ. നല്ല റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ പോകും, വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഡോമെട്രി പോലത്തെ അതെല്ലാം ഉണ്ട്. നല്ല ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ റൂംസിനെ കുറിച്ചുള്ളത് ഞാൻ പറയാം. ഇപ്പം ഞങ്ങളൊരു ഇവൻറ്റിനാണ് അവിടെ പോയത്. അപ്പം ഈ ഒരു ഇത്രയും മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് അല്ലല്ലോ, റിസോർട്ട് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു. ഇതാണ് വ്യൂ കേട്ടോ. നമ്മുടെ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യൂ, നമ്മുടെ കോവളം ബീച്ചിൻ്റെ വ്യൂ, ഇങ്ങനെ സൺസെറ്റും സൺറൈസും ഒക്കെ നമ്മൾ ഏത് റൂം ബുക്ക് ചെയ്താലും അവിടെ ഇരുന്ന് നമുക്ക് കാണാം. എവിടെ പോയാലും ഈ വ്യൂ ആണ് അതിനകത്ത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എവിടെ നിന്നാലും നമുക്ക് ഈ കടലിൻ്റെ വ്യൂ കിട്ടുന്നതാണ്. നല്ല മനസ്സമാധാനം കിട്ടുന്ന ഒരു പീസ്ഫുൾ, ഒന്നും പറയാനില്ല, അത്ര ഒരു അന്തരീക്ഷമാണ് അവിടെ. ബുക്കൊക്കെ വായിച്ച് മഴയൊക്കെ കണ്ട് ഒക്കെ ഇരിക്കാം. നല്ലൊരു റിസോർട്ട് കേട്ടോ. അധികം ബഹളമൊന്നുമില്ല. ഭയങ്കര ഒരു തറവാടിലൊക്കെ ചെന്നിരിക്കുന്ന പഴയ നൊസ്റ്റാൾജിക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടും. കാരണം അവിടെ മൊത്തം തേക്ക്, ഈട്ടി അങ്ങനെ മുതലായ തടികൾ കൊണ്ടുള്ള കൊത്തുപണികൾ, പിന്നെ എന്താ പറയുക, ഗാർഡനും ഒക്കെ ആയിട്ട്
നല്ലൊരു റിസോർട്ട്. തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നവർക്ക് പോകണം കേട്ടോ. ഞാൻ നല്ല റിവ്യൂ തരുന്നതാണ്. അതാണ് പറയുന്നത്, നല്ലൊരു വൺ ഡേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനകത്ത് അതുപോലെ ബോട്ടിൽ ആർട്ട് ഡ്രോയിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിച്ചു. ഒന്നും വീണില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കില്ല, എല്ലാം നമ്മൾ പരീക്ഷിക്കണമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അതാണ് അങ്ങനെ വേണം. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഗെയിംസൊക്കെ കളിച്ചു. ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുന്നുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരുടെ ചെസ് ബോർഡില്ലേ, അതുപോലെ വലിയ ചെസ് ബോർഡൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടോ അവിടുത്തെ കൊത്തുപണികളൊക്കെ കണ്ടോ. ഈ ഞാൻ ഇറങ്ങി വരുന്ന ഇതിനകത്ത് കാണണം. അയ്യോ എന്ത് ഭംഗിയാണെന്നറിയാവോ. ശരിക്കും ഞാൻ ഒരു തമ്പുരാട്ടിയൊക്കെ ജീവിക്കുന്ന ആ സ്റ്റൈലാവും അതിനകത്ത്. അത്ര മനോഹരമാണ് അതിനകത്തുള്ള ഒരു സീനൊക്കെ. ഞാൻ അടുത്ത ഒരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഇടും. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിടുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ ബൊഫേ ഉണ്ടായിരുന്നു. എസ് മഹേന്ദ്രയുടെ കസ്റ്റമർ മീറ്റിൻ്റെ ഇതായിട്ടായിരുന്നു അവിടെ ബൊഫേ ഉണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കഴിക്കാം. ബൊഫേ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കടലിൻ്റെ ഒരു വ്യൂ ആണ്. ഇവിടെ ഏത് സ്യൂട്ട് ബുക്ക് ചെയ്താലും ഈ വ്യൂ കിട്ടും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ മീറ്റെല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകുന്ന ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ തിരിച്ചു പോകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചാണ്. നമ്മുടെ കോവളം ഡയറക്റ്റ് നമുക്ക് ബീച്ചിൽ പോകാം. ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഒന്ന് പോയി ഇവിടെ വരെ വന്നേ കുറച്ച് റീൽസ്